പൊന്നാര സസ്യത എനിക്ക് നിർത്തിക്കൂടത്. എത്ര കാലങ്ങൾ ഇത് തുടങ്ങിയിട്ട് എനിക്ക് ക്യാൻസർ വരും ചങ്ങായി. അന്നെ നേരമ്പൊക്കെ തളർന്നു പോകും. പറഞ്ഞാലും അനുസരിച്ചില്ലല്ലോ. ഞാൻ മുജീബെ ഒരുപാട് കാലമായിട്ട് ഇത് നിർത്തണം എന്ന് വിചാരിച്ച് നടക്കുന്നുണ്ട്. എല്ലാ കൊല്ലം 1-ാം തീയതി ഞാൻ തീരുമാനം എടുക്കണതാണ് ഇനി കൊല്ലം ഞാൻ അത് ഉപയോഗിക്കൂല. പക്ഷെ എന്നെ കൊണ്ട് കഴിയില്ല. ഞാൻ തന്നെ ചിലപ്പോൾ ഒരു കാട്ടിലൊക്കെ അത് കൊണ്ടുപോയിട്ട് വലിച്ചെറിയും. ഇനി എടുക്കൂല വിചാരിച്ച്. കുറച്ച് കഴിയുമ്പോൾ നമുക്ക് തന്നെ തോന്നും ഒന്നും കൂടി വെച്ചാലോ, അല്ലെങ്കിൽ വെക്കാതെ എനിക്ക് കഴിയൂല. അപ്പൊ ഞാൻ വീണ്ടും പോയിങ്ങാണ്ട് ആ കാട്ടിൽ നിന്ന് എടുത്തോണ്ട് പിന്നെയും വെക്കും. എന്താ അത് കാട്ടെന്ന് എനിക്കറിയില്ല. അനക്ക് വെക്കാനുള്ള പരിപാടി ഞാൻ കൊണ്ടുപോയി വലിച്ചെറിഞ്ഞിട്ട് അവിടുന്ന് പിന്നെയും ഞാൻ മുജീബ ഞാൻ തന്നെ ഇത് എടുത്തു കൊണ്ടുവന്നിങ്ങാണ്ട് പിന്നെയും വെക്കണേ. അതാണുള്ള കുഴപ്പേ. ഇനി ജീവ എടുക്കാത്തൊരു സംഗതി ഞാൻ കാണിച്ചു തരാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നോക്കാം. ഇപ്പൊ ജേതായാലും പറഞ്ഞോണ്ട് എനിക്ക് നിർത്താൻ നല്ല ബുദ്ധിയുണ്ട്. ഞാൻ കാണിച്ചു തരാം. ആയിക്കോട്ടെ. സസ്യ ആ സാധനം കാണിക്കാം. ഇത് നമുക്ക് മൂത്രയിച്ചു. ഞാൻ മൂത്രയിച്ചിട്ട് കാര്യമില്ല. ഞാൻ മൂത്രയിച്ച കുടുങ്ങിയ ഞാൻ തന്നെ വന്ന് എടുത്തിട്ട് പിന്നെയും വെക്കണേ. എന്നാ ഞാൻ എടുക്കാത്തൊരു പണി ഞാൻ കാണിച്ചു തരാം. എനിക്ക് ഇനി ചെയ്ത് വെക്കണമെന്ന് കാണല്ലോ. എനിക്ക് മേലാലെ വെക്കരുത് കേട്ടോ. ആരപ്പാ വരുന്നത്? ഹായ് ശശിയണ്ണ. ആദ്യം നമ്മളെ പുന്തിമാമനെ. പുന്തിമാമനോ? ഒക്കെ ഈ കേസ് തന്നെ. എന്തൊക്കെയാ വിശേഷം? കുറെ നാളായി നമ്മൾ കണ്ടിട്ട്. എന്തൊക്കെയുണ്ട് വിശേഷം? വിശേഷമൊക്കെ അവിടെ കട്ടെ. ഈ കുറച്ച് മരുന്ന് കിട്ടി കാട്ടിക്കാൻ ശശി. മരുന്നിന്റെ കാര്യമാണ് ഇപ്പൊ ഞങ്ങൾ ഈ പറയുന്നത്. ഞാൻ അത് എപ്പോഴെപ്പോഴും വെച്ചിട്ട് ഇവനെന്ത് കാട്ടി ആ കാട്ട് കൊണ്ടുപോയിക്കാണ്ട സാധനം വലിച്ചെറിഞ്ഞാണ്ടായിട്ട് മോൾക്ക് മൂത്രം ഒഴിച്ചു. എന്നപ്പൊ ഞാൻ എടുക്കൂലല്ലോ. ഇനിയിപ്പോ എന്താ കാട്ടാ? ഇതാണ് അവസ്ഥ. ഇജി മൂത്രയിച്ചാണോ? ഞാൻ മൂത്രയിച്ചതല്ല. ഞാൻ മൂത്രയിച്ചു കഴിഞ്ഞാൽ ഞാൻ തന്നെ എടുക്കുമല്ലോ. ഇവനാണ് മൂത്രയിച്ചത്. ഞാൻ എടുക്കാക്കാൻ വേണ്ടി കണ്ടി. ഞാനേ ചെങ്ങായി ഇത് നിർത്താൻ വേണ്ടിട്ടേ എല്ലാ കോലും കൊള്ളിയും കറുത്ത തണ്ടും ഒക്കെ മുറിച്ചിട്ടത് എന്നെ കൊണ്ട് കഴിഞ്ഞിട്ടില്ല. ഇത് കാട്ടിക്കാച്ച ഏത് മലമൂത്രമായാലും വേണ്ടി അതിന് എടുത്ത് കാട്ടിക്കാച്ച്. നിങ്ങൾക്ക് അത്ര നിർബന്ധമാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ കൊണ്ടേ കളഞ്ഞ സ്ഥലത്ത് നീ അടുത്തരാ. എന്നാ വരി. നിങ്ങളൊന്നും ഒരു കാലത്തും നന്നാവില്ല. നിങ്ങളെ പാടായി. ഇപ്പോഴാണ് ഒരു സുഖമായത്. ശശി, ഇപ്പോഴാണ് യഥാർത്ഥ മാമന്റെ ആ പവറിനായത്. എന്റെ പഴയ കവിതകളൊക്കെ നിനക്ക് ഓർമ്മയില്ലേ? രവിമംഗലം ഗ്രാമം, മായുന്ന പൈതൃകം, സ്ത്രീഭാവം. നിനക്ക് ഓർമ്മയുണ്ടടാ? അന്ന് ഇല്ല. ഒരു കവിത ഒന്ന് ചൊല്ലിക്കേ. ഏതാണ് നിനക്ക് വേണ്ടടാ? മായുന്ന പൈതൃകം വേണോ അതോ രവിമംഗലം? ഏതെങ്കിലും. സ്ത്രീഭാവം. വിരഹിണിയോ സ്ത്രീ, ദുഃഖ നിറകുടമോ സ്ത്രീ, വശംവതയോ സ്ത്രീ, മാതൃസ്നേഹത്തിൻ വിഭജികയോ സ്ത്രീ. അവളുടെ ഭാവങ്ങൾ വിഭിന്നാനുഭാവങ്ങൾ, വിസ്മയപാത്രം സ്ത്രീ. അവൾ ശിശുവായി പിറന്നു പൂവിൽ. കാലമാം ഭ്രമണപഥത്തിൽ അവൾ കാമിനിയായി, കാമക്രോധിനിയായി, അനുരാഗലോലയായി. പ്രപഞ്ചം ഈ കേളിഗ്രഹത്തിൽ മാനവന്റെ സ്വപ്നരത്ന ഖനിയായി. അവളുടെ സ്തന്യം ചുരത്തും അമൂല്യമാം ഔഷധി മാനുഷ ശക്തിയായി. ഒടുക്കം ഈ സ്ത്രീയൊരു മുത്തശ്ശി കഥ പറയും വൃദ്ധ വയോധികയായി. അപ്പണ്ണ ഒരുപാട് താങ്ക്സ്. കാണട്ടോ. താങ്ക്